ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ രണ്ട് മെഴുകുതിരിയാണ്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. പിന്നെ തൊട്ടപ്പുറം ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. സോ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ പരിപാടി മെഴുക് കളക്ട് ചെയ്യാന്നുള്ളൊരു വർക്കായിരുന്നു. അപ്പൊ നമ്മൾ കളക്ട് ചെയ്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ വെച്ചാൽ നമ്മൾ മെഴുക് ഉപയോഗിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഏകദേശം 2 കവറിലധികം മെഴുക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ 1-2 പള്ളിയുടെ മുമ്പിൽ നിന്നും പിന്നെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് കളക്ട് ചെയ്ത മെഴുകാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി അത് ഉരുക്കി എടുക്കേണ്ടതാണ്. അപ്പൊ അത് ഉരുക്കി എടുക്കുക. അപ്പൊ വീട്ടിൽ പഴയ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് ഉരുക്കി എടുക്കുക കേട്ടോ. കാരണം ഇത് ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ ആ പാത്രം കൊള്ളത്തില്ല, കാരണം അതുപോലെ പണിയായിരിക്കും. അപ്പൊ വൃത്തിയാക്കി എടുക്കുക. അപ്പം നമുക്ക് ഉരുക്കുന്ന പരിപാടിയൊക്കെ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പൊ നമ്മുടെ മെഴുക് ഉരുക്കാനുള്ള തീ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു പഴയ പേട്ട് പാത്രങ്ങളൊക്കെ ഒപ്പിച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് അങ്ങനത്തെ പാത്രം എടുത്തിട്ട് തീയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മെഴുകുണ്ടല്ലോ, ആ മെഴുക് ഇതിൽ എന്താ പറയുക ഉരുകാൻ വേണ്ടി വെക്കുക. അപ്പൊ നനവുണ്ടെങ്കിൽ ആ നനവ് മൊത്തം ഡ്രൈ ആയിട്ട് മെഴുകിടുക കേട്ടോ. അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അച്ഛന്മാരത് ഞാൻ മെഴുക് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി മെഴുകായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഇട്ടപാടെ ഉരുകുന്നുണ്ട്. നമുക്കിനി മെഴുകിട്ടുകൊണ്ടോ ഇരിക്കാം. ഒരുപാട് മെഴുകൊന്നും വേണ്ട, കുറച്ച് മെഴുക് മതി. അപ്പൊ ഇതിൽ വേസ്റ്റ് ഉണ്ടാവും, നമുക്ക് വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ മെഴുകിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഈ രണ്ടര കൂടെ കിടക്കട്ടെ, ചെറിയൊരു ഭംഗിക്ക്. നല്ല വൃത്തിയുള്ള 2 മെഴുകിന്റെ പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ പ്ലേറ്റ് പാത്രം ചൂടായിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇത് ഉരുകാൻ നമുക്ക് റെഡി ആവാം. തീയൊക്കെ കത്ത് റെഡി ആവട്ടെ. ഉരുകുന്നോടെ വരെ നമുക്ക് ഇനി ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പൊ ആ പരിപാടി നോക്കാം. മച്ചാ പറയാതെ നമ്മുടെ മെഴുക് ഉരുക്കി കഴിഞ്ഞിട്ട് ആ ഉരുക്കിയ മെഴുകുതാ ഇതുപോലത്തെ ഒരു ട്യൂബ് ലൈറ്റിൽ ഒഴിച്ചു വെക്കാനാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ശരിയായില്ല. കാരണം മെഴുകുരുക്കി വന്നപ്പോഴേക്കും ട്യൂബ് ലൈറ്റിൽ നനവ് എങ്ങനെയൊക്കെ തട്ടി, ട്യൂബ് ലൈറ്റ് വിണ്ട് കയറി മെഴുക് ഫുള്ള് ലീക്കായി. അപ്പം നമ്മളതിന് വേറൊരു പരിപാടി കണ്ടിട്ടുണ്ട്. നമ്മൾ PVC പൈപ്പ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്കൊന്ന് കാണുക. അപ്പോൾ അച്ഛന്മാരത് നമ്മുടെ മെഴുക് ഉരുക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെഴുകിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ മെഴുകിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെഴുകിൽ കുറേ വേസ്റ്റൊക്കെ കാണും. അത് നമ്മളിങ്ങനെ ഉരുക്കി വരുമ്പോൾ ഒരുപാട് വേസ്റ്റ് വരും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു തവി എടുത്തിട്ട് പതുക്കെ അതിങ്ങനെ കോരി മാറ്റുക കേട്ടോ. പഴയ ഈർക്കിലിയും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. പള്ളീൻ്റെ ഭാഗത്തൊക്കെ എടുത്തായതുകൊണ്ട് മെഴുകുതിരി കത്തിച്ച് കളയുന്ന വേസ്റ്റൊക്കെ ഇതിനകത്താണ് കിടക്കുന്നത്. അപ്പം നന്നായിട്ട് കോരി മാറ്റുക. ഇത് നന്നായിട്ട് തെളിയുന്നോളം വരെ നമ്മൾ ഉരുക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അച്ഛൻ വരെ നമ്മുടെ മെഴുക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു തവിയിൽ കോരി എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പച്ചവെള്ളം പോലെ ഒഴുകണം. മാത്രമല്ല ഈ മെഴുക് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ തീ ഇനി കുറച്ച് വെക്കുക. ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഈ മെഴുക് നമ്മൾ നടുപ്പിൽ ഒഴിക്കുകയാണേ, കണ്ടോ. അപ്പോൾ അത്രയ്ക്ക് ഡേഞ്ചറാണ്. സൂക്ഷിച്ചും കണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുക. ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് വീഴാൻ പാടില്ല. വലിയ എക്സ്പ്ലോഷനും പണിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ചെയ്യുന്നത് നമ്മൾ ഈ മെഴുകിൽ കളർ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ട്യൂബ് ലൈറ്റിനെ കൊണ്ട് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മെഴുകുതിരിയുടെ കളർ എന്ന് പറയുന്നത് ഏകദേശം ഗ്രീൻ കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓയിൽ കളറാണ് കേട്ടോ. ഗ്രീനാണ്, ഓയിൽ പെയിൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ് ഒഴിച്ചിട്ട് കാര്യമില്ല, അല്ലെ ക്രയോൺസ് ഇട്ടാലും മതി. ഇപ്പോൾ ഗ്രീൻ കളറാണ് ഒഴിക്കുന്നത്. എത്രത്തോളം ഗ്രീനായി കിട്ടുമെന്ന് അറിയത്തില്ല, കാരണം ഇതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പം ഗ്രീൻ കളറൊക്കെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ പരിപാടിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിൻ്റെ ക്യാപ്പൊക്കെ അഴിച്ചിട്ടുണ്ട്. നമ്മളിനി പെയിൻറ്റ് പതുക്കെ സ്ക്യൂസ് ചെയ്ത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോകണം. ഓയിൽ പെയിൻ്റ് ആണ്. അപ്പോൾ വാക്സിൽ ഒഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വേണം. ആഹാ, നല്ല കടും പച്ച. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലൊരു അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ തിളയൊക്കെ കൂടിയിട്ടുണ്ട്. ഏകദേശം ചിലപ്പോൾ ഈ പച്ചയെല്ലാം കൂടെ ഒരു ആകാശനീല ആവാനും ചാൻസ് ഉണ്ട്. അതിങ്ങനെ നമുക്ക് സ്ക്യൂസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പം ഇത്ര കൺസിസ്റ്റൻസി, അതായത് കളറിൻ്റെ കൺസിസ്റ്റൻസി ഇത്ര വേണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക മെഴുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് മാത്രമല്ല വേറെ കളറിലും ചെയ്യുന്നുണ്ട് കേട്ടോ മെഴുകുതിരി. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് നമ്മൾ ഇത് കൊണ്ടുപോയി നമ്മുടെ ട്യൂബ് ലൈറ്റിലോട്ട് പാർന്നു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒരുപാട് ലാഗ് എടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്, കാരണം ഇവിടെ നിന്ന് എടുത്ത് അവിടെ പോയി ഒഴിക്കണം.
അപ്പോൾ അച്ഛാമരത് ഇവിടെ നിന്നാണ് നമുക്ക് പണി കിട്ടിയത്. പകുതി അതായത് നമ്മൾ ഏതാണ്ടൊക്കെ നിറച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ഇത് പൊട്ടിപ്പോയായിരുന്നു. പിന്നീട് നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മുടെ ഇന്നലത്തെ മെഴുകുതിരിയുടെ വീഡിയോയിൽ ചെറിയൊരു പാളിച്ച, ചെറുതല്ല വലിയ പാളിച്ച. നമ്മൾ ട്യൂബ് ലൈറ്റ് ചെയ്ത് വന്നപ്പം ട്യൂബ് ലൈറ്റിൽ വെള്ളം വീണ് ട്യൂബ് ലൈറ്റ് ഫുള്ള് ക്രാക്ക് ആയിട്ട് ആ മെഴുക് ഫുള്ള് ഊർന്നു പോകുന്നു. പിന്നെ ഉണങ്ങാനുള്ള ടൈമില്ലായിരുന്നു. അപ്പൊ നമ്മളിന്ന് കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ ട്യൂബ് ലൈറ്റിന് പകരം PVC പൈപ്പാണ് എടുക്കുന്നത്. PVC പൈപ്പിന്റെ ഒരു സൈഡ് നമ്മൾ ഒരു കാർഡ്ബോർഡ് വെച്ച് അടച്ചു വെക്കും. അടച്ചു വെച്ച് ടേപ്പ് ചെയ്തതിന് ശേഷം ഞാൻ അന്ന് വീഡിയോ ചെയ്ത പോലെ തന്നെ ഇതിലൂടെ നൂല് കടത്തി ആ നൂല് ഇവിടെ എത്തിക്കും. കുറുകെ വടി വെച്ച് കെട്ടി ഇത് കുഴിച്ചിട്ടിട്ട് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ചുവട് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് പറിച്ചുകൊണ്ട് പോയി വെള്ളത്തിലിട്ടിട്ട് നമ്മുടെ മെഴുകുതിരി വേഗം നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. പിന്നെ അധികം ദീർപ്പിക്കാതെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അച്ഛാമാരത് നമ്മൾ വർക്ക് തുടങ്ങുകയാണ്. ഇതൊത്തിരി PVC പൈപ്പ് എടുക്കാം. നിങ്ങൾക്ക് ഏത് സൈസിലുള്ള പൈപ്പ് വേണമെങ്കിലും എടുക്കാം. അത്ര മെഴുക് വേണമെന്നേ ഉള്ളൂ. തിരിയുടെ വലിപ്പം മാറ്റുക. അപ്പോൾ ഇതൊരു പീസ് എടുത്തിട്ട് സെൻട്രലായിട്ട് ഒരു ഹോളിട്ട് കൊടുക്കുക. ചെറിയൊരു ഹോൾ മതി, നൂല് കയറാനുള്ള ഒരു ഹോൾ മതി. ഇതുപോലത്തെ ഒരു ഗ്യാപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു ഗ്യാപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ കാർഡ്ബോർഡ് കഷ്ണത്തെ തുടയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ട്വൈൻ എടുത്തിട്ട് പതുക്കെ ഈ സെൻറ്ററിലോട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. അപ്പോൾ അച്ഛന്മാരതേ നമ്മളിവിടെ ചെറിയൊരു പീസ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. കാരണം കാർഡ്ബോർഡ് ഇച്ചിരി ബലക്കുറവായതുകൊണ്ട് ചിലപ്പോൾ ഇത് വലിഞ്ഞു കഴിഞ്ഞാൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ചെയ്യുന്നത് ഈ നൂല് ഇതിൻ്റെ നടുക്കൂടെ നമ്മൾ കടത്തുക. അപ്പോൾ നമ്മൾ പീസ് വെച്ചിട്ടുണ്ട്. ആ പീസ് വഴി നൂല് കടത്തിയിട്ടുണ്ട്. നൂല് നടുക്കൂടെ എടുത്തതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ PVC പൈപ്പ് ഇപ്പം നല്ല സ്ട്രെങ്തനായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് സെൻറ്റർ അളവ് നോക്കിയിട്ട് ഇതിൻ്റെ കുറുകെ ഇതുപോലത്തെ ഒരു പീസ് വെക്കുക. ഒരു ഇറുക്കിലോ വടിക്കഷ്ണോ വെച്ചിട്ട് സെൻറ്റർ പോർഷൻ നമ്മൾ നേരത്തെ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ സെൻറ്റർ പോർഷനിൽ കെട്ടി വെക്കുക. ഇനി ഇതിലേക്ക് ഇനി ഇതുവഴിയാണ്, ഇതുപോലെ വെച്ചാൽ മാത്രം മതി. സെൻട്രൽ തിരി ഇതുവഴി പോയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ മെഴുക് ഉരുക്കി ഒഴിക്കുന്നത് കേട്ടോ. അപ്പം ഇനി ആ വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഒരു ബേസ് ഭാഗം ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ബലത്തിൽ നിൽക്കാൻ വേണ്ടിയാണ്. ഈ ബേസ് നമ്മൾ കുഴിച്ചിടാൻ പോവാണ്. നമ്മൾ വള്ളിയൊക്കെ നല്ല ടൈറ്റായിട്ട് സെൻറ്ററിൽ തന്നെ ഒപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു വള്ളി സെൻറ്ററിലൂടെ പോയാലേ നമ്മുടെ തിരി മെഴുകുതിരിയുടെ സെൻറ്ററിൽ കൂടെ തന്നെ വരുള്ളൂ. അപ്പം ഇത് നമുക്ക് കുഴിച്ചിടാം. കുഴിച്ചിടുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മണൽ നിറച്ച ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് അതിനകത്തും വെക്കാം. അതാകുമ്പോൾ പൈപ്പ് ഉരുകുന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വേഗം ശരിയായി കിട്ടും. പിന്നെ വേഗം ഉണങ്ങും കേട്ടോ. അത് വലിയൊരു ബെനിഫിറ്റാണ്. വേഗം ഉണങ്ങി കിട്ടും. അപ്പോൾ അച്ഛന്മാരത് ഈ മെഴുകെന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ ട്യൂബ് ലൈറ്റ് എൻ്റെ നൂരി എടുത്തിട്ട് ഞാൻ പിന്നെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ആ ട്യൂബ് ലൈറ്റ് നൂരി എടുത്ത മെഴുകാണ്. ഈ വണ്ണം കണ്ടാൽ അറിയാം. ഇനി നമ്മളിത് ഫുള്ള് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ ഇന്നലെ മെൽറ്റ് ചെയ്ത് തന്നെ പീസാണ് ഈ കാണുന്നത്. ബാക്കി വന്ന വേസ്റ്റാണ്. നമ്മളിത് ഫുള്ള് ഇത് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. പാക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ വളരെ വേഗം ഇത് ഫുള്ള് ഉരുകിക്കോളും. നമുക്ക് ലോ ഫ്ലെയിം മതി. പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് PVC പൈപ്പ് ആയതുകൊണ്ട് തന്നെ വലിയ ചൂടിനെ താങ്ങാനുള്ള വലിയ കഴിവൊന്നും കാണത്തില്ല. ഇതിൻ്റെ ചോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മെഴുക് അതിനകത്ത് പാരാൻ നേരത്ത് പിന്നെ മെഴുക് ഒഴിക്കാൻ ഒരു പനവണ്ടി പോകുന്നുണ്ട്. പിന്നെ നമ്മൾ മെഴുക് ഒഴിക്കാൻ നേരത്ത് തുണി ഉണ്ടല്ലോ, ഒരു തുണി നനച്ച് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ചുറ്റി ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ മെഴുക് വേഗം ഉണങ്ങാനും പൈപ്പ് ചുരുങ്ങിപ്പോയിരിക്കാനൊക്കെ അത് സഹായിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു പഴയ തവയൊക്കെ ഉണ്ട്, എടുത്ത് ഇളക്കി കൊടുക്കുക. സൂക്ഷ്യം കണ്ടൊക്കെ ഇളക്കുക, മെഴുക് മേത്തൊന്നും തെറിക്കാതെ. അപ്പോൾ ഇനി നമുക്ക് PVC പൈപ്പിലോട്ട് ഇതിങ്ങനെ പാർന്ന് കൊടുക്കുക. അപ്പോൾ ടൈം ലാപ്സ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ തിളപ്പ കോരി ഒഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ വെള്ളം ഒഴിച്ച് വെക്കുക. കാർഡ്ബോർഡ് തന്നെ ഇത് ഒഴിച്ച പാടെ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് വെച്ചേക്കുക കേട്ടോ.
ഉപ്പ് ഒഴിക്കാൻ പോവാണ്. ഇതായിട്ട് നമ്മൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് ഒഴിക്കാം കേട്ടോ. അങ്ങനെ ഏകദേശം 4 മിനിറ്റ് 5 മിനിറ്റ് ഫുള്ള് നിറച്ചെടുത്ത് നമ്മളിവിടെ വരെ ഒഴിച്ച് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 6-7 മിനിറ്റ് ആയി കാണും. നമ്മളിപ്പോൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇനി ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. വേറൊന്നുമല്ല, വാക്സ് ട്യൂബിനുള്ളിൽ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെറിയൊരു ഹെൽപ്പ് വേണ്ടി വരും. വേറൊന്നുമല്ല, ഇതിൻ്റെ മേലെ കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ബാക്ക് വഴി ഇതിൻ്റെ ഏതൊരു പോർഷൻ വഴി നമുക്ക് മുട്ടോ അങ്ങനെ എന്തെങ്കിലും പീസ് വെച്ച് തള്ളി കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുട്ട് കുത്തിന്ന് പുട്ട് തള്ളിയിടൂലേ, അതുപോലെ തള്ളി മെഴുകുതിരി പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളമൊക്കെ ചൂടാക്കി ക്യാനിൽ ഉറച്ച് കഴിഞ്ഞിട്ട് പരിപാടി കളിച്ചു തരാം. അപ്പോൾ വെച്ചാൽ നമ്മുടെ മെഴുകുതിരി നമ്മൾ ഉണക്കി എടുത്തിട്ടുണ്ട്. എന്നാലും ചെറിയ ചൂടൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അതിനർത്ഥം അതിനെ സെന്റർ ഒന്നും മര്യാദയ്ക്ക് ആയിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കുക, നൂലെ പിടിച്ച് പൊന്തിക്കുക നിന്നാലേ നൂലെന്തായാലും മുട്ടിപ്പോരും. അപ്പോൾ അടിഭാഗത്തെ ആ പേപ്പർ നനഞ്ഞു കഴിഞ്ഞപ്പോൾ പൊളിഞ്ഞു പോകുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് പേപ്പർ പോയി. ഇതിപ്പോൾ വാക്സ് ആണ്. ഇപ്പോൾ കാണാം, ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാക്സ് ആണ്. നമ്മൾ നൂല് കെട്ടിയ ഭാഗമൊക്കെ പോയി. ഇത് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ വാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യുന്നത്, ഇത് നല്ല ചൂട് വെള്ളമാണ്. നമ്മളിങ്ങനെ വെച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ സാധനം ഫുള്ള് തള്ളി നമ്മൾ ഇപ്പോൾ എത്തിക്കും കേട്ടോ. ഇനി ആ വർക്ക് കാണിച്ചു തരാം. നല്ല തിളച്ച വെള്ളമാണെങ്കിലേ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഊറ്റി കൊടുത്തിട്ട് കുറച്ചു നേരം മാറി നിൽക്കുമ്പോൾ തന്നെ അത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിലോട്ട് ആ ചൂട് വരണം. എന്നിട്ട് പതുക്കെ തള്ളി കൊടുത്താൽ മതി. ചൂടുവെള്ളം കൊണ്ടൊക്കെ നിങ്ങൾ കളിക്കുമ്പോൾ നോക്കുക കേട്ടോ. ശ്രദ്ധിച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പാരൻസിന്റെ ഗൈഡൻസിൽ മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ട്യൂബ്ലൈറ്റ് പൊട്ടിയില്ലായിരുന്നെങ്കിൽ ജസ്റ്റ് ട്യൂബ്ലൈറ്റ് നമ്മൾ ക്രാക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയായിരുന്നു. സംഭവമൊക്കെ വർക്കൗട്ട് ആയാലേ. പക്ഷേ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഒന്ന് കുത്തിയിട്ടായിരുന്നു. ഇനി ചെയ്യേണ്ടത് പുട്ട് കുത്തിയെടുക്കും പോലെ എടുക്കുക. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ഒരു രക്ഷയില്ലെങ്കിൽ വലിച്ചു വരിക. നമ്മുടെ മെഴുകുതിരി പുറത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് വിലക്കുറവൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ചെറിയ ബെൻഡൊക്കെ കാണും. അപ്പൊ നമ്മൾ തറയിലിട്ടിട്ട് നിരന്ന ഒരു തറയിൽ കുറച്ചു നേരം വെച്ചാൽ അതൊക്കെ മാറിക്കോളും. അപ്പോൾ വെച്ചാൽ മതി, നമ്മുടെ മെഴുകുതിരിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തിരിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്ര ഉണ്ടായിരുന്നു, ഞാനത് കട്ട് ചെയ്ത് ഇത്രയാക്കി തിരിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യേണ്ടത് കത്തിച്ച് വെക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ അതിന് മുമ്പ് ചെറിയൊരു പരിപാടി കാണിച്ചു തരാം കേട്ടോ. ബാക്കി വന്ന മെഴുകുതിരി കൊണ്ട് നമ്മളൊരു വണ്ണമുള്ള മെഴുകുതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഇതിന്റെ തിരിയായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് നമ്മൾ കീറത്തുണി, അതായത് കോട്ടൺ തുണി തിരിച്ചാണ് നമുക്ക് ഇതിന്റെ തിരിയായിട്ട് എടുത്തേക്കുന്നത്. ഒരുപാട് ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വൃത്തിക്ക് വേണ്ടി നമ്മൾ ഹൈറ്റ് കുറച്ചതാണ്. അതായത് ഈ ഒരു അടി വെച്ച് നമ്മളത് കട്ട് ചെയ്തു. അങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ബാക്കി വന്ന വേസ്റ്റ് മെഴുകുതിരിയിൽ നമ്മൾ കളർ ആഡ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഇനി നമുക്കിത് കത്തിച്ച് നോക്കാം. അപ്പോൾ വെച്ചാൽ നമ്മുടെ മെഴുകുതിരി ഒന്ന് കത്തിച്ച് നോക്കാൻ പോവാണ്. കാറ്റിൻ്റെതായ ശല്യമുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മെഴുകുതിരി നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. രണ്ടാമത്തെ മെഴുകുതിരി ഒന്ന് കത്തിച്ച് കൊടുക്കാം. നമ്മളിതുപോലെ പഴയ മെഴുകുതിരി എല്ലാം എടുത്ത് റീയൂസ് ചെയ്ത് അതിൽ കളർ ആഡ് ചെയ്യുമ്പം ആ മെഴുകുതിരിയുടെ പഴയ ആ ഒരു ഉപയോഗത്തിന് യാതൊരു വ്യത്യാസമില്ല. അതായത് അതിന്റെ തീ കത്താനുള്ള കത്തുന്ന ആ ഒരു ശക്തി അത് കുറേ, അങ്ങനത്തെ ഒരു മാറ്റവും ഇല്ല. നമുക്ക് ഇതുപോലെ വേസ്റ്റ് ആയി പോകുന്ന മെഴുകുകൾ കൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ മെഴുകുതിരിയൊക്കെ ചെയ്ത് വെക്കാം. മച്ചന്മാരെ അടിപൊളിയായിട്ടുണ്ട്. നല്ല കിണ്ണൻ വൈബാണ് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചപ്പോൾ കിട്ടുന്നത്.
അവരൊക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പം നിങ്ങൾക്ക് ടൈം കിട്ടും ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ബൈ ഫ്രം വില്ലേജ്.